ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി തരണമെന്നാണ്. അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി തന്നാൽ മാത്രമേ ഇവർക്കൊരു മനസ്സുണ്ടാവുകയുള്ളൂ. ഇവരുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി തരാതെ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നെഗറ്റിവിറ്റിയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാരുടെ പേഴ്സൺ നെഗറ്റിവിറ്റി അവസാനിപ്പിച്ച് കഴിഞ്ഞു അവരുടെ ആ ഒരു ലൈഫിൽ. ചില ആൾക്കാർ നെഗറ്റിവിറ്റിയോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു നെഗറ്റിവിറ്റിയെ അവസാനിപ്പിച്ച് ഇവർ ലൈഫിലെടുത്ത തീരുമാനം വളരെ ശരിയാണ് എന്നാണ് ചില ആൾക്കാരുടെ പേഴ്സണ് തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും സിറ്റുവേഷനിൽ പൂർണ്ണമായിട്ടും മോശമായൊരവസ്ഥയിൽ ട്രാപ്പഡ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുവാനുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ നെഗറ്റിവിറ്റിയോട് പോരാടി അവരുടെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ വിജയം വരിക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഈ ഒരു നെഗറ്റിവിറ്റീസിനോട് പോരാടുക എന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും അതിൽ വിജയം കൈവരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വളരെ സാധുവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും പ്രോബ്ലംസ് അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവർ ആ ഒരു പ്രോബ്ലംസിൽ പോലും മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, മനസ്സിനെ എങ്ങനെയെങ്കിലും പോസിറ്റീവായിട്ട് വയ്ക്കുക, എങ്ങനെയെങ്കിലും നെഗറ്റീവായിട്ടുള്ള ആ ഒരു പ്രശ്നത്തെ വിജയം കൈവരിക്കുക എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ ഒറ്റയ്ക്കിരിക്കുവാൻ ശ്രമിക്കുന്നത്, മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം അതുകൊണ്ടാണ്. കാരണം അവരുടെ മനസ്സ് അത്രമാത്രം അസ്വസ്ഥരായിട്ടാണ് ഉള്ളത്. അത്രമാത്രം വേദനകൾക്കിടയിൽ അവർ എങ്ങനെയെങ്കിലും അവരുടെ മനസ്സിനെ ഒന്ന് നേരെയാക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇവർ ഏത് സിറ്റുവേഷനിലായാലും ഇവർ ഒട്ടും തന്നെ ഹാപ്പി ആയിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ആ ഒരു സിറ്റുവേഷനിൽ ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ എത്രയും പെട്ടെന്ന് യൂണിയനിലാവണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. കാരണം ഇവർക്ക് ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കുമോ അത്രയും പെട്ടെന്ന് നടക്കണമെന്നാണ് യൂണിയൻ. ഇവിടെ നിങ്ങളുടെ മേൽ ഇവർ പൂർണ്ണമായും ഒരു ദൃഷ്ടി വച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ആരോട് ചാറ്റ് ചെയ്യുന്നു, നിങ്ങൾ നല്ല രീതിയിൽ ഇവർ സ്പൈ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കറണ്ട് എനർജി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാർമിക് എനർജി എൻഡാകാൻ പോകുന്നത് വളരെ പെട്ടെന്നാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാർമിക് എനർജി എൻഡാവാൻ സ്റ്റാർട്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ ജീവിതത്തിൽ കാർമിക് സിറ്റുവേഷൻ എൻഡായി, ചില ആൾക്കാരുടെ ജീവിതത്തിൽ കാർമിക് സിറ്റുവേഷൻ എൻഡാവാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇമോഷണൽ ട്രാമ നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ബാലൻസ് ആവാൻ വേണ്ടി ഒത്തിരി മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇവർ ഇവരുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ മാരേജ് ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്കറിയാം ഇവർക്ക് എന്ത് ഡിസിഷനാണ് എടുക്കാനുള്ളത് എന്ന്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്നെ ആർക്കും തടസ്സപ്പെടുത്തുവാൻ സാധിക്കയില്ല, ഒരു രാജാവിനെ പോലെ ഇവർ ഇവരുടെ ഡിസിഷൻ നടപ്പിലാക്കും എന്നാണ് ഇവിടെ ഇവർ ചിന്തിക്കുന്നത്. കൂടാതെ ഇവർ വളരെയധികം ഹോപ്പ്ഫുള്ളുമാണ്. കാരണം ഇവർ എന്ത് ഡിസിഷനാണോ എടുക്കാൻ പോകുന്നത് അത് ശരിയായിട്ടുള്ള ഡിസിഷനാണ് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ എനർജി അനുസരിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സണിൽ പല ആൾക്കാരും ക്ലിയർ ആയിട്ടുണ്ട്. അതായത് എനിക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഒരു ഡിസിഷൻ എടുക്കും, അവരെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും സാധിക്കയില്ല എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഡിവൈൻ്റെ ബ്ലെസ്സിങ് ഇവരുടെ മേലുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി. ഇനി ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളാണ് ഇവരുടെ ലോകം. നിങ്ങളിൽ നിന്ന് ദൂരെ മാറി ഇവർക്ക് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ സാധിക്കയില്ല. നിങ്ങളുടെ കൂടെ ജീവിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർ എല്ലാ നിമിഷവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു മുഖം ഇവർ വിഷ്വലൈസേഷൻ ചെയ്യുന്നു. നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട്, നിങ്ങളോട് സ്പെൻഡ് ചെയ്ത ടൈം അതെല്ലാം ഇവർ വിഷ്വലൈസേഷൻ ചെയ്യുന്നു. ഇവരുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുമായിട്ട് യൂണിയനിൽ വരണമെന്നാണ്. ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി
അതുവരെ എത്തുവാൻ വേറെ ആർക്കും സാധിക്കുകയില്ല. കാരണം അത്രമാത്രം വളരെ വലിയൊരു കെമിസ്ട്രിയാണ് നിങ്ങളും ഇവരും തമ്മിലുള്ളത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവരുടെ അട്രാക്ഷൻ പല സമയങ്ങളിലും മറ്റുള്ള വ്യക്തികളുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ ഒന്നും അവരുമായിട്ട് ആ ഒരു കെമിസ്ട്രി വർക്കായില്ല. നിങ്ങളുമായിട്ട് മാത്രമാണ് ആ ഒരു കെമിസ്ട്രി വർക്കായത്. ഇവർ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ മേൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. അതായത് ആരുടെ കൂടെയാണോ ഇവർ മുന്നോട്ട് പോകേണ്ടത് അവരുടെ കൂടെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു സിറ്റുവേഷനെ പൂർണ്ണമായിട്ട് എൻഡാക്കിയിട്ട് ആരുടെ കൂടെയാണോ മുന്നോട്ട് ജീവിതം നയിക്കേണ്ടത് അവരുടെ കൂടെ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ ഇവരുടെ ആ ഒരു റിസൾട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു റിസൾട്ട് ടൈമാണ്. നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്ന ആ ഒരു റിസൾട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുകയാണ്. 2 ദിവസമായിട്ട് ഹെവി എനർജിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചൊരു മാറ്റം വന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ടിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില സമയം തോന്നുന്നുണ്ടാകാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നില്ല, ഒരു എഫേർട്ടും എടുക്കുന്നില്ല എന്ന്. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ എഫേർട്ട് ഇവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് വീട്ടിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യം പറയുക, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോട് പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോളോ മെസ്സേജോ വരാതിരിക്കുന്നുണ്ട് എങ്കിൽ കോളോ മെസ്സേജോ ചെയ്യുക ഇവരുടെ ഭാഗത്തുനിന്ന്. ഇവർ കാരണം നിങ്ങളുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ട് എങ്കിൽ ഇവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇതുവരെ ആരുടെ മുന്നിൽ ഇവർ തലകുനിച്ചിട്ടില്ല. ഇവിടെ നിങ്ങളുടെ മുന്നിലാണ് ഇവർ തലകുനിക്കാൻ പോകുന്നത്. കാരണം നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സണ് നിങ്ങളെ ഒരു പേടിയാണ്. കാരണം നിങ്ങൾ എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്നു ഇവരുടെ. അപ്പോൾ ഇവർക്ക് പേടി എന്തെന്ന് വെച്ചാൽ മാരേജ് ചെയ്യുമ്പോൾ ശ്വാസം വിടണമെങ്കിലും നിങ്ങളോട് ചോദിക്കണം എന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവരുടേതായ ഓരോ ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ നിങ്ങളോട് പറയാതെ പോയാൽ പിന്നെ അത് പ്രശ്നമാകും. ഇല്ല എങ്കിൽ നിങ്ങളെ എല്ലാ കാര്യവും നിങ്ങളോട് ചോദിച്ച് ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഇത് നിങ്ങൾക്കിടയിലുണ്ട് എങ്കിൽ ഇവിടെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇനി മാരേജ് ചെയ്തിട്ട് ശ്വാസം വിടാൻ പോലും എന്നെക്കൊണ്ട് സാധിക്കാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവർ ടോർച്ചർ ചെയ്യുമോ ഈ ഒരു കാര്യം പറഞ്ഞ് എന്നൊരു പേടി ചില ആൾക്കാരുടെ പേഴ്സൺ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവിടെ പവർഫുള്ളായിട്ടുള്ളൊരു ആക്ഷൻ സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഒരു ജസ്റ്റിസ് അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരുടെ ഭാഗത്ത് നിന്ന് മെസ്സേജോ ബൊക്കെയോ ഗിഫ്റ്റോ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റോ എന്തെങ്കിലും ഇവർ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ആക്ഷനിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ പവർഫുള്ളായിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ഇവർ എടുക്കാൻ പോകുന്നത്. കൂടാതെ ഇവരുടെ 6th സെൻസ് ഇവിടെ വളരെ ആക്റ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ 6th സെൻസ് ആക്റ്റീവാണ് എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ തോന്നുന്നത് എന്താണോ ഞാൻ ചെയ്യുന്നത് അത് ശരിയാണ് എന്നുള്ള തോന്നലാണ് ഇവർക്കുള്ളത്. അപ്പോൾ ആ ഒരു 6th സെൻസ് ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പൂർണ്ണമായിട്ടൊരു പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വിജയം ത്തിലെത്തുക എന്നുള്ള കാര്യത്തിൽ സക്സസ് എങ്ങനെ കൊണ്ടുവരും നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ള കാര്യത്തിൽ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ പ്ലാനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇവർ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്ത് കാണിക്കുന്ന ആ ഒരു എനർജിയിലാണുള്ളത്. ഇതുവരെ മെസ്സേജ് വരാത്തവർക്ക് മെസ്സേജ് വരുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. എൻ്റെ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് സോ മച്ച്.